അവസരം വേറെയില്ല. അതേപോലെയുള്ള ഒരു അവസരമാണ് RCM നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഏതിനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെ സെലക്ഷനാണ്. അതായത് നമുക്ക് മുമ്പിൽ വരുന്ന അവസരങ്ങൾ നമുക്ക് വെറുതെ തട്ടിക്കളയാം, അല്ലെങ്കിൽ നമുക്ക് അതിലേതാണ് നല്ലത് അങ്ങനെ നോക്കി നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പൊ അതേപോലെ എനിക്ക് RCM മുമ്പിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയത്, എനിക്ക് ആഗ്രഹിച്ച പോലെ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടു തന്നു എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ശരിക്കും നമുക്ക് എങ്ങനെ നോക്കിയാലും നമുക്ക് അതിലൊരു തെറ്റോ ഒരു നെഗറ്റീവോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളൊക്കെ നന്മ ചെയ്യാൻ നമ്മുടെ മുമ്പിലൊക്കെ നമുക്കൊക്കെ ഒരു ആഗ്രഹമുള്ളവരാണ്. എല്ലാവരും നന്മ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നന്മ ചെയ്യാൻ കിട്ടിയ ഒരു അവസരം നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും അത്യാവശ്യ കാര്യമാണ് നമ്മുടെ ആരോഗ്യം. കാരണം ആരോഗ്യം ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് എത്ര ഇഷ്ടമുള്ള ഒരു ജോലിയാന്ന് പറഞ്ഞാലും ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനിപ്പോ ശരിക്കും പറഞ്ഞാല് എന്റെ പിന്നെ ഈ പെരിന്തൽമണ്ണയിൽ വന്നിട്ട് എനിക്കിവിടെ ഒരാളെ അറിയില്ല. കാരണം ഞാൻ ഈ നാട്ടിൽ പുതിയൊരാളാണ്. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ഈ നാട്ടിലുള്ള കുറെ ആളുകളിലേക്ക് നല്ലൊരു ആരോഗ്യം കൊടുക്കാൻ പറ്റിയാല് അത് എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാന് കുറെ ബിസിനസ്സുകാരുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവരിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അവരിൽ ഒരാൾക്കും ആരോഗ്യമില്ല, പക്ഷെ ഇഷ്ടം പോലെ പൈസയുണ്ട്. ആരോഗ്യം എന്ന് പറയണത് അവർക്കില്ല. അവർക്ക് മാത്രമല്ല, പൊതുവെ ആർക്കും ആരോഗ്യമില്ല. എല്ലാവരും ഇങ്ങനെ ഒരു പനി വന്നു, അല്ലെങ്കിൽ ചുമ വന്നു, അല്ലെങ്കിൽ കാലുവേദന വന്നു, കൈവേദന വന്നു, ഉടനെ ഡോക്ടർ. ഇതാണ് നോർമൽ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു മെന്റാലിറ്റി, ഒരു മൈൻഡ് സെറ്റ് നമ്മൾ പറയുമല്ലോ. നമ്മൾ മൈൻഡ് മാറ്റുമ്പോഴല്ലേ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുള്ള മാറ്റം വരുത്തണം എന്നുള്ള ഒരു ചിന്ത വരിക. കാരണം നമ്മളൊക്കെ ഒരേ ഒരു ഇതിലൊരു കംഫർട്ട് സോണിൽ ഇങ്ങനെ ആയി രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ മക്കളെ നോക്കുന്നു, ഭർത്താവിനെ നോക്കുന്നു, അല്ലെങ്കിൽ ഭാര്യനെ നോക്കുന്നു, അങ്ങനെ എല്ലാവരും ആ ഒരു ഒരേ സ്റ്റൈലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫായിരിക്കും. അപ്പൊ അതേ, അല്ലെങ്കിൽ ബിസിനസ്സുകാരാണെങ്കിൽ അവരുടെ ജോലി, ബിസിനസിന്റെ തിരക്ക്, സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അപ്പൊ അവര് പിന്നെ ബിസിനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് അതിന്റെ തിരക്കിൽ പോയി കഴിയുമ്പോൾ ഈ ആരോഗ്യം ശ്രദ്ധിക്കാൻ നേരില്ലാതെ ആവുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ വേഗം ഡോക്ടറെ അടുത്ത് പോവുക. അപ്പോഴത്തെ ഒരു ടെമ്പററി സൊല്യൂഷൻ അത്രേ ഉള്ളൂ മാഡിസിനും ഡോക്ടറും. അല്ലാതെ അത് ഒരിക്കലും ഒരു പെർമനന്റ് സൊല്യൂഷൻ ആവില്ല. കാരണം പെർമനന്റ് സൊല്യൂഷൻ ആവണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്താണോ ഡാമേജുകൾ ഡാമേജ് ഉറപ്പാണ്. ഡാമേജ് ഇല്ലാത്തൊരു കാര്യമില്ല. എന്തിലും നമ്മളൊരു ഫർണിച്ചർ വാങ്ങി, അല്ലെങ്കിൽ ഒരു മെഷീൻ വാങ്ങി, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങി, ഡാമേജ് എല്ലായിടത്തും ഉണ്ട്. അതേ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ശരീരത്തിനും. ഡാമേജ് ഇല്ലാതെ ഒന്നുമില്ല ലോകത്ത്. അപ്പൊ ഈ ഡാമേജിന്റെ ഇത് നമ്മൾ കാറിലാണെങ്കിലും മെഷീനിലാണെങ്കിലും ഒക്കെ നമ്മൾ അത് റിപ്പയർ ചെയ്യും. പക്ഷെ ശരീരത്തിൽ റിപ്പയർ ചെയ്യണമായിരുന്നു നമ്മൾ ഒരിക്കലും ആലോചിക്കാറില്ല. ശരിയല്ലേ? എല്ലാവരും ഒന്ന് സ്വന്തം ചിന്തിച്ചു നോക്കിയേ. എന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നാൽ അത് റിപ്പയർ ചെയ്യണം, അങ്ങനെ നമ്മൾ ഒരിക്കലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ചിന്തിക്കില്ല. കാരണം നമ്മൾ വണ്ടികളുടെയും ഫോണിന്റെയും ബാക്കി വീട്ടിലെ എല്ലാ സാധനങ്ങളും എന്ത് വന്നാലും പക്ക സർവീസാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ സർവീസ് വേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ സ്വന്തം ബോഡി. അതായത് ജീവിതത്തിൽ എന്നാണോ നമ്മൾ മരിക്കുന്നത് അന്ന് വരെ നമ്മുടെ കൂടെ എന്നും നമ്മളെ എല്ലാ കാര്യവും ചെയ്യാൻ സഹായിച്ച് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ അവയവങ്ങളാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫ്യൂവൽ, അതായത് നമ്മൾ കാറും വണ്ടിക്കും ഒക്കെ നമ്മൾ ഫ്യൂവൽ, അല്ലെങ്കിൽ മെഷീനിന് ഒരു ഫ്യൂവൽ ഇത് കൊടുക്കുന്നതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് തൃശ്ശൂർ പോകണമെങ്കിൽ പിന്നെ ഇത്ര ലിറ്റർ പെട്രോൾ വേണം, ഇത്ര ഓയിൽ വേണം, ഒക്കെ ഒരു മെഷർമെന്റ് ഉണ്ട്, കണക്കുണ്ട്. ആ അത്ര അടിച്ചാലേ നമുക്ക് തൃശ്ശൂർ എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കിലോമീറ്റർ പോകാനുള്ള പെട്രോൾ അടിച്ചാൽ ഒരിക്കലും തൃശ്ശൂർ എത്താൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ എത്രയോ ലോങ് ഡ്യൂറേഷനിലേക്ക് പോകേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ബോഡി. ഈ ശരീരത്തിന് എത്ര പോഷകങ്ങൾ കൊടുത്താലാണ് അതിന്റെ ഫ്യൂവൽ അത് വർക്ക് ചെയ്യാനുള്ള ഒരു സംഭവം. അതായത് നമ്മുടെ ഈവൺ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവയവമാണ് നമ്മുടെ ഹാർട്ട്. നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് എന്ന് പറയുന്നത് ഇല്ല. സത്യം പറഞ്ഞാൽ കണ്ടിന്യൂസ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാണ്. ഈ ഓരോ അവയവങ്ങൾക്ക് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫ്യൂവൽ കൊടുത്തില്ലെങ്കിൽ അത് വർക്ക് ചെയ്യോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കാണുന്ന ഒരാളോട് ഇങ്ങനെ, ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്സ് പോലെ യൂസ് ചെയ്യാട്ടോ. നമ്മൾ കാണുന്ന ഒരാളോട് നമ്മൾ ചോദിച്ചു നോക്കുകയാണ്. അപ്പൊ അവർ ജസ്റ്റ് ഒന്ന്
ശരിയാണല്ലോ മാഡം. അതുവരെ അവർക്ക് ചിന്തിക്കാൻ നേരം കിട്ടിയിട്ടില്ല. അവരുടെ തെറ്റല്ല. അവരുടെ ബിസി ലൈഫില് അത് ചിന്തിക്കാനുള്ള നേരം കിട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ അവർക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇത്രയും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ശരീരത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു ഫ്യൂവൽ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ആ ശരീരം എങ്ങനെയാ നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റുക? നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് പ്രവർത്തിക്കണം, നമുക്ക് നല്ല ബിസിനസ് ഉണ്ടാക്കണം, നമുക്ക് മീറ്റിങ്ങിന് പോകണം, നമുക്ക് ട്രാവൽ ചെയ്യണം, നമ്മുടെ ഫാമിലീനെ ഹാപ്പി ആക്കണം. ഇതിനൊക്കെ വർക്ക് ചെയ്യാൻ നമ്മൾ ഹെൽത്തി ആയിരിക്കണം. ഈ ഹെൽത്ത് കൊടുക്കാൻ നമ്മുടെ ശരീരത്തിന് നമ്മൾ എപ്പോഴെങ്കിലും ഇതൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ നല്ല വണ്ടികൾ നിങ്ങൾ നല്ല പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്നില്ലേ? നിങ്ങളുടെ മൊബൈല് നല്ല ഐഫോൺ, നല്ല ഫോണുകളൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ അത് ഒട്ടും കേടാവാതെ നല്ല സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുന്നില്ലേ? ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് അല്ലേ നമ്മുടെ ശരീരം? എന്നാൽ അവർക്ക് ചിന്തിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ചിന്തിക്കും. അപ്പൊ അവർക്ക് തോന്നും, അപ്പൊ അതിനെന്താ ചെയ്യാ നമ്മൾ ഈ കൊടുക്കുന്ന ഫ്യൂവല് വണ്ടികൾക്കൊക്കെ പ്രോപ്പർ, അതും ഓരോ വണ്ടികളുടെ ഇതനുസരിച്ച് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഫ്യൂവല്, നല്ല പെട്രോള്, നല്ല ഓർഗാനിക്, ഇപ്പൊ ഗ്രീൻ വേണം. പെട്രോൾ പമ്പിൽ ചെന്ന് തന്നെ അവിടെ ചോദിക്കും, മാഡം നമുക്ക് പിന്നെ നല്ല ഏറ്റവും, അതായത് ടോപ്പ് ക്വാളിറ്റി ഉള്ള പെട്രോൾ വേണോ അല്ലെങ്കിൽ കുറഞ്ഞത് വേണോ? ഇങ്ങനെ എവിടെ ചെന്നാലും നമുക്കൊരു ഒരു ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. ഈവൻ ഒരു ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്താൽ എന്താ, അവിടെ ഇക്കോണമി ഉണ്ട്, പിന്നെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, പിന്നെ ബിസിനസ് ക്ലാസ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ നമുക്കൊരു എല്ലാത്തിലും ഒരു ഹൈ ക്വാളിറ്റി ഒരു കാറ്റഗറി നമ്മൾ തന്നെ. ഇതേപോലെ നമ്മുടെ ബോഡിക്ക് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് കൊടുത്താൽ ആ ഫുഡിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് നല്ല ഫ്യൂവൽ യൂസ് ചെയ്തിട്ട്, ഫുഡ് അങ്ങനെ ബോഡി എടുക്കുകയല്ലോ, ഫുഡിൽ നിന്ന് അബ്സോർബ് ചെയ്ത് ആ ന്യൂട്രീഷനാണ് നമ്മുടെ ബോഡിയുടെ ഓരോ പ്രവർത്തനങ്ങളെയും വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണത്. അത് ഹാർട്ടിനായാലും നമ്മുടെ ലിവറിനായാലും ഒക്കെ വേണ്ട പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടാനുള്ള നമ്മൾ ആ പിന്നെ ഫ്യൂവൽ നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മൾ ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് വേണ്ടത് ഫുഡ് തന്നെയാണ്, ഒരു സംശയവും ഇല്ല. അപ്പൊ നമ്മൾ നല്ല ഫുഡാണോ കഴിക്കണേ? അത് നമ്മൾ അങ്ങനെ ഒരു പിന്നെ ക്വസ്റ്റ്യൻ അവർക്ക് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ ഇന്ന് രാവിലെ എന്ത് കഴിച്ചു, ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു, രാത്രി എന്ത് കഴിച്ചു, നിങ്ങളുടെ കുട്ടികൾക്ക് എന്ത് കൊടുത്തു, വൈഫിന് എന്ത് കൊടുത്തു? സ്ത്രീകളുടെ കാര്യം പ്രത്യേകം പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അവരുടെ പല സ്റ്റേജുകൾ എടുത്ത് പറഞ്ഞ് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഹസ്ബൻഡുമാരൊന്നും ഒരിക്കലും അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരു സ്ത്രീ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്ന് ഓരോ മാസവും 150 ml ബ്ലഡാണ് പോണത്. ഈ ബ്ലഡ് പോവാൻ വെറുതെ ഒരു ശരീരത്തിൽ ഒരു ബ്ലഡ് ഉണ്ടാവില്ല. അതിന് വേണ്ട അയൺ വേണം, മെഗ്നീഷ്യം വേണം, സിങ്ക് വേണം, പ്രോട്ടീൻ വേണം. അപ്പൊ ഇത്രയും കറക്റ്റ് അളവിലുള്ള 21 mg അയൺ വേണം ഓരോ സ്ത്രീകൾക്കും. ഇത്ര പെർഫെക്റ്റ് മെഷർമെന്റിലുള്ള ഫുഡ് ഒരു സ്ത്രീ കഴിക്കുന്നുണ്ടോ? ഫ്രൂട്ട്സ് സ്ത്രീ കഴിക്കുന്നുണ്ടോ നിങ്ങളുടെ വൈഫ്? അല്ലെങ്കിൽ കുട്ടികൾക്ക് കാലുവേദന, സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേക്കും കളിക്കാൻ പറ്റുന്നില്ല, കാലുവേദന എന്ന് പറയുന്നത്, അപ്പൊ കുട്ടികൾക്ക് പ്രോപ്പർ ന്യൂട്രീഷൻ കറക്റ്റ് മെഷർമെന്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ വൈഫിനൊരു ഫുഡ്, കുട്ടികൾക്ക് വേറെ ഫുഡ്, ഹസ്ബൻഡിന് വേറെ ഫുഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ വയസ്സായ അമ്മയോ അച്ഛനോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ ഫുഡ്, അങ്ങനെ സെപ്പറേറ്റ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരു കോമൺ ഫുഡാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത്, അതാണ് എല്ലാവരും കഴിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ജനിച്ച ഒരു കുട്ടിക്ക് നമ്മൾ പിന്നെ പാല് കൊടുക്കും, പിന്നെ കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ നമ്മൾ കുറുക്ക് കൊടുക്കും, പിന്നെ കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ നമ്മൾ കട്ടിയുള്ള ആഹാരങ്ങൾ കൊടുത്തു തുടങ്ങും, പിന്നെ കുറച്ചും കൂടെ വലുതാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബിരിയാണിയും നല്ല നല്ല ഫുഡുകളൊക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ആ ഓരോ സ്റ്റേജിലും എന്താണ്, ആ പ്രോപ്പർ ഓരോ സമയത്തും അവർക്ക് വേണ്ട കറക്റ്റ് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. ശരിയല്ലേ? കാരണം ഓരോ സമയത്തും ആ ആ കുട്ടിയുടെ ബോഡിക്ക് വേണ്ട അളവും ആ പിന്നെ ന്യൂട്രീഷനും കിട്ടുന്ന പോലെയുള്ള ഫുഡുകളാണ് കൊടുക്കുന്നത്. ഇതേപോലെ എല്ലാവരുടെയും ശരീരത്തിൽ ഓരോരോ സമയത്തും ഓരോ ആവശ്യങ്ങൾക്കും വേണ്ട ഫുഡ് കിട്ടണം. അപ്പൊ നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് മെഷർമെന്റിൽ നിങ്ങളുടെ ബോഡിയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ഒരാളും പറയില്ല കിട്ടുന്നുണ്ട് എന്ന്. അങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കാൻ ഇന്ന് ആർക്കും പറ്റില്ല ലോകത്ത്. ബിക്കോസ് ആരും 21 mg അയൺ ഉണ്ടോ ഇതില്, അല്ലെങ്കിൽ ഇത്ര സിങ്ക് ഉണ്ടോ, ഇങ്ങനെ മെഷർ ചെയ്തിട്ട് ഒരിക്കലും ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഇനി അപ്പൊ പിന്നെ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അപ്പൊ മാഡം അന്നാ നമ്മൾ മുമ്പൊക്കെ ഇങ്ങനെ പണ്ടത്തെ ആൾക്കാർ, അതായത് നമ്മുടെ അപ്പാപ്പന്മാരുടെ അമ്മമാരുടെ ഒക്കെ കാലത്ത് ഇതുപോലെ ന്യൂട്രീഷൻ ഒക്കെ കഴിച്ചിട്ടായിരുന്നോ ജീവിച്ചിരുന്നത്? പിന്നെ എന്താ ഇപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്? നിങ്ങൾക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. കാരണം ഞാൻ കുറെ ആൾക്കാരെ കാണുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യനുകളും ഞാൻ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, അന്നത്തെ ഫുഡും ഇന്നത്തെ ഫുഡും നല്ല വ്യത്യാസമുണ്ട്. അന്ന് നമ്മള് അത് രണ്ടും കമ്പയർ ചെയ്ത് നമ്മളൊന്ന് കുറച്ച് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് വേഗം ഈസി ആയിട്ട് മനസ്സിലാവും. മുമ്പ് നമ്മള് വീട്ടിൽ കൃഷി ചെയ്തിരുന്നു, വീട്ടില് ആളുകള് പറമ്പിൽ പണിയെടുത്തിരുന്നു,
വൈറ്റമിൻ ഡി കിട്ടാനുള്ള നല്ല ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആരും AC റൂമിലോ അല്ലെങ്കിൽ ഫാനിന്റെ ചോട്ടിലോ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു കാലമായിരുന്നില്ല. നമ്മുടെ പറമ്പിൽ നമ്മൾ കൃഷി ചെയ്യുന്നു, നമ്മൾ കഴിക്കുന്നു, ശുദ്ധമായ വെള്ളം കുടിക്കുന്നു, ശുദ്ധമായ ഭക്ഷണം കഴിക്കുന്നു. അതിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് ന്യൂട്രീഷൻ എടുക്കാൻ പ്രോപ്പറായിട്ട് ആ ഫുഡും നല്ലതാണ്, നമ്മുടെ ബോഡി കുറച്ചും കൂടെ പ്യുവറാണ്. അപ്പൊ നമ്മുടെ ബോഡിക്ക് ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യാൻ നല്ല കപ്പാസിറ്റി ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അന്ന് ഫോൺ യൂസ് ചെയ്യുന്നില്ല, ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നില്ല. ഇതെല്ലാം ഇന്ന് ടെക്നോളജി വന്നെങ്കിലും അതിൽ നിന്നൊക്കെ നമുക്ക് കുറെ ദോഷങ്ങളും ഉണ്ട്. ടെക്നോളജി നല്ലതാണ്, നമുക്ക് അഡ്വാൻസ് ഇപ്പൊ ടെക്നോളജി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സൂമിലും ഗൂഗിളിലൊക്കെ മീറ്റിംഗ് എടുക്കാൻ പറ്റുന്നത്, ഒക്കെ നല്ലത് തന്നെ. പക്ഷെ അത്രയും സമയം നമ്മൾ ഈ ഗാഡ്ജറ്റും മൊബൈലും ലാപ്ടോപ്പും ഇതെല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു സൈഡിൽ കൂടെ ദോഷമുണ്ട്. അപ്പൊ ഒരു സൈഡിൽ കൂടെ നല്ലത് ഉപകാരം ഉണ്ടെങ്കിലും മറ്റു സൈഡിൽ കൂടെ നമുക്ക് ദോഷങ്ങളും വരുന്നുണ്ട്. ഈ ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിനെ എഫക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കാണാതെ പറ്റില്ലല്ലോ. ഈ ടെക്നോളജി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം ഇന്നത്തെ ലോകത്ത് നമുക്ക് ഈ അഡ്വാൻസ് ടെക്നോളജി ഇല്ലാതെ പറ്റില്ല. അതേസമയം ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിന് വരുന്ന ഡാമേജുകളെ നമ്മൾ കറക്റ്റ് ചെയ്യാനാണ് ഇപ്പൊ ഈ ന്യൂട്രീഷൻ കൂടുതൽ ആവശ്യമായിട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു എക്സ്ട്രാ ഒരു വേണ്ടാത്തൊരു സംഭവമായിട്ട് തോന്നുന്ന ആൾക്കാരോട് നമുക്ക് ഇങ്ങനെ ഒന്ന് പഴയതും പുതിയതുമായിട്ടുള്ള കാലഘട്ടത്തിന്റെ വ്യത്യാസങ്ങൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഇപ്പൊ കണ്ണിനൊക്കെ ആണെങ്കിൽ ഇപ്പൊ എല്ലാ കുട്ടികൾക്ക് വരെ കണ്ണിന് പ്രശ്നം എന്തുകൊണ്ടാ? അവര് ജനിക്കുമ്പോൾ മുതൽ മൊബൈലിലാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. പക്ഷെ എന്നാ അവരുടെ അറിവുകൾ കൂടുന്നുണ്ട്, അതൊരു നല്ല വശമാണ്. പക്ഷെ അതേസമയം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ അതിനൊരു ദോഷമുണ്ട്. പക്ഷെ നമ്മൾ ആ ആരോഗ്യത്തിന് ദോഷവശത്തിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ട് നമ്മുടെ അടുത്ത്. അതിനാണ് നമ്മൾ ന്യൂട്രീഷൻ എടുക്കണം എന്ന് പറയുന്നതിന്റെ കാരണം. ഈ ഒരു ഐഡിയ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് തോന്നും ഇതെനിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ അവർക്ക് പൈസയുടെ കാര്യങ്ങൾ അങ്ങനത്തതൊക്കെ പിന്നെ അവർ നോക്കണ്ടുള്ളൂ. അത് ഡിപ്പെൻസ്, എല്ലാവർക്കും ചിലപ്പോൾ വാങ്ങാൻ കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതും അവിടെ നിങ്ങൾക്ക് ചെന്നിട്ട് ചെയ്യുന്ന കുറേ ടെസ്റ്റുകൾ കാര്യങ്ങൾ ഇതിന്റെയൊക്കെ എല്ലാം പല ടെസ്റ്റുകൾ നടത്തുന്നു, എന്നിട്ടൊന്നും നിങ്ങളുടെ എന്താ പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വർഷങ്ങളോളം ഡോക്ടറെ കണ്ട് നടക്കുന്നു. ഇതെല്ലാം അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കും അധികവും. എപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ കുറെ ഡോക്ടർമാരെയും കുറെ മരുന്നുകളും എല്ലാം പരീക്ഷിച്ച് അവസാനം അടുത്ത കേസുകളായിരിക്കും അധിക കേസും എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ള കേസ്. ഇനി അങ്ങനെ വരാത്തവരാണെങ്കിലും ധൈര്യമായിട്ട് നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡോക്ടറിനെ ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ കണ്ടോ, എന്നിട്ട് നിങ്ങൾ മെഡിസിൻ ഒക്കെ എടുത്തോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശരിയാവുന്നില്ലെങ്കിൽ അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്, നമ്മൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ വന്നോ. ഇങ്ങനെ ഒരു കോൺഫിഡൻസ്, നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കണ്ടോ, അവർ തരുന്ന മെഡിസിൻ കഴിച്ചോ. നിങ്ങൾ അതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ശരിയാവുന്നില്ലെങ്കിൽ വന്നാൽ അപ്പോഴും നിങ്ങൾക്ക് ഞങ്ങള് സഹായിക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ മരുന്നുകൾ നിങ്ങൾക്ക് ടെമ്പററി സൊല്യൂഷനാണ് തരണത്. നിങ്ങളുടെ ശരീരത്തിൽ ഡാമേജ് വരുന്ന ഓരോ സെല്ലുകളെയും കറക്ഷൻ നടത്താതെ നമ്മുടെ ശരീരത്തിൽ എന്താണ് ഒരു പ്രശ്നം ഉണ്ടായത് അതിന് പരിഹാരം ആവില്ല. അതാണ് നമ്മൾ ന്യൂട്രീഷൻ ചെയ്യുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഈ ഡാമേജ് വന്ന സെല്ലുകളെ കറക്റ്റ് ചെയ്ത് പോയിട്ടാണ് അതിനൊരു പരിഹാരം കാണുന്നത്. ആ പരിഹാരം കാണാൻ കറക്റ്റ് മെഷർമെന്റ് കിട്ടണം എന്നുള്ള ഒരു കാര്യമാണ്. ആ കിട്ടാത്തത് കൊണ്ടാണ് ഫുഡ് കഴിച്ചിട്ട് ശരിയാവാത്തത്. അല്ലാണ്ട് ഫുഡില് പ്രശ്നം ഉണ്ടായിട്ടല്ല. ഫുഡില് കുറച്ച് മായങ്ങളും ബാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഫുഡ് ചീത്തയായിട്ടല്ല. ഫുഡിൽ ആ അളവ് പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ടും നമ്മുടെ ശരീരത്തിന് വേണ്ട മെഷർമെന്റ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് നമുക്ക് ആ പരിഹാരം കിട്ടാത്തത്. അപ്പൊ അവിടെ നമ്മൾ 21 mg അയൺ, ഇപ്പൊ ഒരു എക്സാമ്പിൾ, നമ്മൾ 2-3 കാര്യത്തിന്റെ ഒരു മുട്ട കഴിച്ചു, കുറച്ച് പ്രോട്ടീൻ കിട്ടും. പക്ഷെ നമ്മുടെ ഒരു സ്ത്രീയുടെയോ ഒരു പുരുഷന്റെയോ ശരീരത്തിൽ ഒരു മിനിമം 50 ഗ്രാമോ 60 ഗ്രാമോ പ്രോട്ടീൻ ഡെയിലി വേണ്ടെടുത്ത് നമുക്കൊരു 10 ഗ്രാം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആ ബാക്കി കിട്ടാത്തതാണ് നമ്മൾ ഈ ആ കുറവ്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യലാണ് നമ്മൾ ന്യൂട്രീഷനിലൂടെ ചെയ്യുന്നത്. അല്ലാതെ അപ്പൊ ചിലർ ചോദിക്കുക, എന്നാ പിന്നെ നിങ്ങളുടെ ന്യൂട്രീഷൻ മാത്രം കഴിച്ചാൽ മതിയോ, ഫുഡ് കഴിക്കണ്ടേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകളൊക്കെ നമ്മുടെ മുന്നിൽ വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓരോ പോയിന്റ് പറയുന്നത്. അപ്പൊ പറയണത് ഇല്ല, ഒരിക്കലും അല്ല. ന്യൂട്രീഷൻ ഒരിക്കലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, അതൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യലാണ്. അതായത് നമ്മുടെ ഫുഡിൽ നിന്നും നമ്മുടെ വേണ്ട മെഷർമെന്റിൽ നിന്നും കിട്ടാത്തതിന്റെ ആ വ്യത്യാസം, ആ കുറവ്, അതിനെ നികത്തലാണ് നമ്മൾ ഈ ന്യൂട്രീഷനിലൂടെ ചെയ്യുന്നത്. കാരണം അത് ന്യൂട്രീഷൻ നമ്മുടെ ആസ് പെർ WHO അല്ലെങ്കിൽ ICMR പറയുന്ന അനുസരിച്ച് കറക്റ്റ് ഒരു സ്ത്രീക്ക് എന്ത് വേണം, അല്ലെങ്കിൽ ഒരു പുരുഷന് എന്ത് വേണം, ഒരു കുട്ടിക്ക് എന്ത് വേണം, ആ ഒരു WHO ഒരു മെഷർമെന്റ് ഉണ്ട്, ICMR ഒക്കെ പറയുന്ന അനുസരിച്ചുള്ള ഒരു മെഷർമെന്റ് ഉണ്ട്. ആ മെഷർമെന്റിൽ നമ്മുടെ ഫുഡ് കിട്ടാത്തത് കൊണ്ട് ആ വരുന്ന വ്യത്യാസം, ആ ഗ്യാപ്പ്, അത് ഫില്ല് ചെയ്യലാണ്
നമ്മൾ ന്യൂട്രീഷനിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ന്യൂട്രീഷൻ കഴിക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടുന്നത്. കാരണം എന്താ, അവിടെ ആ ഗ്യാപ്പ് വരുന്നില്ല, ആ ഡെഫിഷ്യൻസി വരുന്നില്ല, അത് ഫില്ലായി പോവാണ്. അപ്പൊ ഇന്ന് ഞാനൊരു വൈറ്റമിൻസ് എടുത്തു, ഇന്നത്തെ എന്റെ ബോഡിക്ക് യൂസ് ചെയ്യാനുള്ള ഫ്യൂല് കിട്ടി, ബോഡി പക്ക വർക്ക് ചെയ്തു, ബോഡിയുടെ ആവശ്യങ്ങൾ പക്ക നടന്നു, ബോഡിയുടെ ഫങ്ഷൻ ചെയ്തു. ബോഡിക്ക് ഫങ്ഷൻ ചെയ്യാനുള്ള എല്ലാ കപ്പാസിറ്റിയും നമുക്ക് തന്നിട്ടുണ്ട്, ദൈവം തന്നിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ വർക്ക് ചെയ്യാൻ കിട്ടേണ്ട ഫ്യൂവലിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന്റെ കുറവാണ് നമുക്ക് ഈ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള കാരണം. അപ്പൊ നമ്മൾ ആ ഫ്യൂവൽ കറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ബോഡിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റണു, ബോഡി അതിന്റെ ഫങ്ഷൻസ് ചെയ്യണു. അവിടെ പിന്നെ ബോഡി ഫങ്ഷൻ ചെയ്തോളൂ, നമ്മൾ പിന്നെ പ്രത്യേകിച്ച് അങ്ങോട്ട് കൊടുത്താൽ മാത്രം മതി, ബോഡിക്ക് വേറെ പ്രശ്നങ്ങളില്ല. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും കൂടുതലും കാണുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങളല്ലേ. അപ്പൊ നമുക്ക് ന്യൂട്രിചാർജ് വുമണിനെ കുറിച്ച് ഒന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. കാരണം കൂടുതൽ കാണുന്ന ആൾക്കാരിലും സ്ത്രീകളിലാണ് പ്രശ്നങ്ങൾ കൂടുതൽ. ആണുങ്ങൾ പിന്നെയും കുറേം കൂടെ പുറത്തു കൂടെയൊക്കെ നടക്കുന്ന ആൾക്കാരായിരിക്കും. അവർ കുറേം കൂടെ എന്താ പറയാ, ഇത്രയും കൂടെ നമ്മളെ പോലെയുള്ള ബോഡിയിൽ ചേഞ്ചുകൾ, അതായത് ഇപ്പൊ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പീരിയഡ്സ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, പ്രഗ്നൻസി, പിന്നെ കുട്ടികളായി, ഡെലിവറി, ഫീഡിങ്, പിന്നെ അത് കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോഴേക്കും മെനോപോസ്, ഇങ്ങനത്തെ പല സ്റ്റേജുകളോട് കടന്നു പോകുന്ന ഒരു ശരീരപ്രകൃതിയാണ് സ്ത്രീകളുടെ. അത്രയും മാറ്റങ്ങൾ ഒരിക്കലും പുരുഷന്റെ ശരീരത്തിലില്ല. അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ നമ്മളെക്കാളും പ്രശ്നങ്ങൾ കുറവാണ്. എങ്കിലും ഇന്നത്തെ കാലത്ത് ഫുഡിൻ്റെതായ പ്രശ്നങ്ങൾ കുറെ അവർക്കുണ്ട്. അപ്പൊ ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൂടുതലാണ്. ഒരു സ്ത്രീയുടെ ആരോഗ്യം ശരിയായാലാണ് ഒരു ഫാമിലിയുടെ ആരോഗ്യം ശരിയാവാൻ പറ്റുള്ളൂ. കാരണം ഒരു ഒരു കുടുംബം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്ത്രീ എന്നാണ്. അപ്പൊ അവിടെ കുട്ടിക്കും ഹസ്ബൻഡിനും ഒക്കെ പ്രശ്നം വരാതിരിക്കണമെങ്കിൽ ആദ്യം സ്ത്രീയുടെ ആരോഗ്യം ശരിയാവണം. പിന്നെ നമ്മൾ സ്ത്രീകൾ ചെയ്യുന്ന സാധാരണ ഒരു തെറ്റ്, നമ്മൾ ഹസ്ബൻഡിന്റെയും കുട്ടികളുടെയും ഒക്കെ ആരോഗ്യം നോക്കിയിട്ട് ലാസ്റ്റ് നമ്മുടെ ആരോഗ്യം നോക്കാന്ന് വെച്ചിരിക്കും. അപ്പോഴേക്കും നമുക്ക് ആരോഗ്യം നോക്കാനും നേരമില്ല, നമ്മുടെ കാര്യം പറ്റ പ്രശ്നമായി. ഇത് നമ്മൾ എപ്പോഴും ഒരു സ്ത്രീകളെ കാണുമ്പോൾ ആദ്യം അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവര് ഒന്ന് ആലോചിക്കും, ശരിയാണല്ലോ, ഞാൻ ഇത്ര കാലം എന്റെ ആരോഗ്യം നോക്കിയിട്ടില്ലല്ലോ, ഇനി ഞാൻ വയ്യാതെ കിടന്നാൽ ആര് നോക്കും? ഞാൻ പറയും, നിങ്ങൾ വയ്യാതെ കടന്ന്, നിങ്ങളുടെ ഹസ്ബൻഡ് നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്, മക്കള് നല്ല സ്നേഹമുള്ള ആളാണ്, അവരൊരു ദിവസം എത്ര ദിവസം നിന്ന് നിങ്ങളെ നോക്കാൻ പറ്റും? അവർക്ക് ജോലിക്ക് പോകണ്ടേ? കുട്ടികൾക്ക് പഠിച്ച് ജോലി കിട്ടിയാൽ അവർക്ക് നിങ്ങളെ അടുത്തുനിന്ന് പോകണ്ടേ? അപ്പൊ നമ്മൾ ഒരിക്കലും അവർക്കൊരു ബാധ്യതയായി നിൽക്കാതെ ആദ്യം നിങ്ങൾ സ്വാർത്ഥരായിക്കോ, അതിനൊരു പ്രശ്നമില്ല, അതൊരിക്കലും ഒരു തെറ്റല്ല. നമ്മൾ സ്വാർത്ഥരായി കഴിഞ്ഞാലേ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കുകയുള്ളൂ. നമ്മളത് ഒരു തെറ്റാണോ എന്നൊരു ചിന്താഗതി സ്ത്രീകൾക്ക് വരും. അത് നമ്മൾ മാറ്റി കൊടുക്കുക. എന്റെ ആരോഗ്യം സുരക്ഷിതമാണെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ ഭർത്താവിന്റെയും കുട്ടികളുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മൊത്തം ഫാമിലിയിൽ ഹാപ്പി ആവും. മറ്റത് നമുക്ക് വയ്യാതെ കിടക്കുമ്പോൾ അവർക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ നോക്കി ഇതിന്റെ സമയവും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ജോലിക്ക് പോകാതെ വരുമ്പോൾ അവിടെ പ്രശ്നങ്ങളെ വരുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊന്ന് അവർ ചിന്തിക്കും. ഇങ്ങനെ നമ്മൾ അവർക്ക് ചിന്തിക്കാൻ ഓരോ പോയിന്റുകളൊന്ന് അവരുടെ ആരോഗ്യത്തെ കുറിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തോന്നും, എനിക്കിത് ആവശ്യമാണ്, ഞാൻ കിടന്നാൽ പ്രശ്നമാവും. അങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ആരോഗ്യത്തിന് നമ്മൾ പറയുന്നതൊന്ന് കേൾക്കാൻ തയ്യാറാവും. അപ്പൊ നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ ആണെങ്കിൽ നമുക്ക് ഏതൊരു സ്ത്രീക്കും നമുക്ക് കൊടുക്കാം. കാരണം അവർക്ക് അയണിന്റെ കുറവുണ്ടോ, പിന്നെ കാലുവേദനയുണ്ടോ, കൈവേദനയുണ്ടോ, ഇതൊന്നും ചോദിക്കേണ്ട, ഉറപ്പായ കാര്യമാണ്. കാരണം നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തായാലും നമ്മൾ ആരും മാറ്റമില്ല. എല്ലാ സ്ത്രീകൾക്കും പ്രശ്നങ്ങൾ ഒരുപോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവാൻ വഴിയുള്ളൂ. അതുകൊണ്ട് ഏത് സ്ത്രീകളോടും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടൊന്ന് ചോദിച്ചാൽ മതി. അതൊക്കെ അവരും എനിക്കുണ്ട് മാഡം ഇതൊക്കെ എന്ന് പറയും. അപ്പൊ ഒരു പ്രശ്നവുമില്ല, ന്യൂട്രിചാർജ് വുമൺ ഏത് സ്ത്രീക്കും കണ്ണടച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് ഈ ന്യൂട്രിചാർജ് വുമൺ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ, ഇന്നത്തെ സ്ത്രീകൾക്ക് ഞാൻ ആദ്യം കാണുമ്പോൾ ചോദിക്കും, മേഡം ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്തിട്ടുണ്ടോ? കുറെ പേർക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടാവും, ചിലർ ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 90% സ്ത്രീകളുടെയും ഹീമോഗ്ലോബിൻ 9 താഴെയായിരിക്കും. ഒരു സ്ത്രീകൾക്കും വളരെ, എനിക്ക് 1, 2, 3 കേസൊക്കെയാണ് ഒരു 10 ഉണ്ട് അല്ലെങ്കിൽ 12 ഉണ്ടെന്ന് കേട്ടിട്ടുള്ളൂ. അത് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും, അപ്പൊ മേഡത്തിന് ടയർഡ്നെസ് ഉണ്ടല്ലോ, ക്ഷീണം ഉണ്ടല്ലോ, ബുദ്ധിമുട്ടുണ്ടല്ലോ, ശ്വാസം മുട്ടല് ബുദ്ധിമുട്ടുകൾ, ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും പിന്നെ അതിന്റെ ഭാഗമായിട്ട് വരും. മുടി കൊഴിച്ചില് പ്രശ്നങ്ങള്, പിന്നെ പ്രോട്ടീൻ അവരെടുക്കുന്നില്ല. അപ്പൊ പ്രോട്ടീനും അയേണും ഇല്ലെങ്കിൽ ഒരിക്കലും ഹീമോഗ്ലോബിൻ ഉണ്ടാവില്ല. അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കുക, ഹീമോഗ്ലോബിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അത് ഏറ്റവും വേണ്ടത് ഒരു സ്ത്രീകൾക്ക് ഹീമോഗ്ലോബിൻ കൂട്ടുക എന്നുള്ളതാണ്. അതിനുള്ള വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ. അപ്പൊ അത് നമ്മുടെ എനർജി കൂട്ടും. അത് മാത്രമല്ല, സ്ത്രീകൾക്ക് പിന്നെ ജോയിന്റ് പെയിന്, ബോൺ ഡെൻസിറ്റി കുറയുക, ഇതിനെല്ലാം കാരണം എന്താ, ന്യൂട്രിചാർജ് വുമണിൽ 50 വൈറ്റമിൻസ് ആണുള്ളത്. 50 ന്യൂട്രീഷൻ, 13 വൈറ്റമിൻസ്, 13 മിനറൽസ്,
6 ബൊട്ടാണിക്കൽസ്, 5 അമിനോ ആസിഡ്സ്, 13 പഴങ്ങളുടെ സത്ത്. ഇന്ന് വരെ നമ്മൾ ചോദിച്ച ഒരു സ്ത്രീയും 13 പഴങ്ങൾ കഴിക്കുന്നുണ്ടാവില്ല ഒരു ദിവസം. ധൈര്യമായിട്ട് നമുക്ക് ചോദിക്കാം, അവരുടെ അടുത്ത് ഉത്തരം ഇല്ല എന്നായിരിക്കും. അപ്പൊ പറയാം, ഇതൊരു ഗുളിക കഴിച്ചാല് 13 പഴങ്ങൾ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഇഫക്റ്റ് ആയില്ലേ? നമുക്ക് എത്രയേ പൈസ വരുന്നുള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ആ 5 ബൊട്ടാണിക്കൽസ്, അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ വേണ്ട എല്ലാ ഫങ്ഷൻസിനും വേണ്ട. നമ്മൾ ഈ വൈറ്റമിൻസ് ഒക്കെ കൊടുത്താലും ഇതിന്റെ ഫങ്ഷൻസ് പ്രോപ്പറായി നടക്കാൻ അമിനോ ആസിഡ്സ് വേണം, മിനറൽസ് വേണം, വൈറ്റമിൻസ് വേണം. ഇതൊന്നും ഇത്രയും പ്രോപ്പറായിട്ട് നമ്മുടെ ഫുഡിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും കറക്റ്റ് അളവിൽ ICMR പറയുന്ന പോലെ വൈറ്റമിൻസ് ഇതുപോലെ നമുക്ക് സ്ത്രീകൾക്ക് തന്നിരിക്കുന്നത്. നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ച് നമ്മുടെ എന്താണോ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് അത് സിമ്പിളായിട്ട് കഴിച്ചിട്ട് ഒരു ടാബ്ലറ്റ് എടുത്ത് ഒരു വെള്ളം കുടിക്കേണ്ട ബുദ്ധിമുട്ടേ നമുക്കുള്ളൂ. ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഇത് കിട്ടുമ്പോൾ നമ്മൾ എന്തിനാ അത് കഴിക്കാതിരിക്കുന്നത്? ഇങ്ങനെയൊന്നും അവർക്ക് ഒരു ചോദ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവര് പിന്നെ മുടി, പിന്നെ സൗന്ദര്യം ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയൊന്നും ലോകത്തില്ല. സൗന്ദര്യം ഒരു പോയിന്റ് ആയിട്ട് പറയാം. നമ്മുടെ പിന്നെ നമ്മള് നമ്മളെ തന്നെ ഒന്നും കൂടെ സൗന്ദര്യം വരുത്തിയിട്ടും നമ്മളെ തന്നെ ആരോഗ്യം വരുത്തിയിട്ടും കൂടെ ചെല്ലുകയാണെങ്കിൽ അത് ഒന്നും കൂടെ ഇഫക്റ്റ് ആവും. അപ്പൊ ഞാനാണെങ്കിൽ എന്നെ കാണുമ്പോൾ പറയും, നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് നമ്മളെ എതിർക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ബോഡി കാണുമ്പോൾ തന്നെ നമ്മളൊരു ന്യൂട്രീഷൻ കഴിച്ച് അതിന്റെ റിസൾട്ട് കിട്ടിയ ഒരു ബോഡി ആയിട്ട് അവർക്ക് കാണുമ്പോൾ തന്നെ തോന്നും. നമ്മുടെ വയസ്സ് കുറഞ്ഞിരിക്കുക, നമ്മൾ നല്ല എനർജറ്റിക് ആയിരിക്കുക, നല്ല പിന്നെ എന്താ പറയാ ഹാപ്പി ആയിരിക്കും എപ്പോഴും, നമ്മുടെ സംസാരത്തിൽ ഭയങ്കര കോൺഫിഡൻസ്. അതൊക്കെ ന്യൂട്രീഷനിലൂടെ തന്നെ ആട്ടോ നമുക്ക് കിട്ടുക. കോൺഫിഡൻസ് പഠിച്ചുകൊണ്ട് മാത്രം കിട്ടിക്കൊള്ളണമെന്നില്ല. പഠിച്ചോ കഴിഞ്ഞാൽ എനിക്ക് എല്ലാം അറിയാം, പക്ഷെ എനിക്ക് എന്നും വയ്യാണെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് വരില്ല, നമുക്ക് ആ ഒരു സന്തോഷം നമ്മുടെ സംസാരത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ആരോഗ്യം കിട്ടിയാലും പഠിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ഇതെല്ലാം അറിയുമെന്ന് പറഞ്ഞാലും ഇത് നമുക്ക് ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് നേരെ നിൽക്കാനുള്ള ഒരു ആരോഗ്യം വേണം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കഴിച്ചിട്ട് തന്നെ വേണം നമ്മൾ മറ്റുള്ളവരോട് പറയാൻ. അത് നമ്മുടെ RCMന്റെ എല്ലാ കോമൺ പോളിസിയാണ്, യൂസ് ദ പ്രോഡക്റ്റ് ആൻഡ് പ്രൊമോട്ട് എന്ന്. അപ്പൊ അത് ഒരിക്കലും നമുക്ക് മാറ്റി വെക്കാവുന്ന കാര്യമല്ല. അപ്പൊ ഞാനിത് എന്ന് RCMൽ വന്നോ അന്ന് മുതൽ ഇന്ന് വരെ നിർത്താതെ കഴിക്കുന്നുണ്ട്. എല്ലാ വൈറ്റമിൻസും പ്രോട്ടീൻ ആണെങ്കിൽ മാറി മാറി ഓരോരോ പിന്നെ ഫ്ലേവറുകൾ മാറ്റി മാറ്റി നമ്മൾ എടുക്കും. അപ്പൊ എല്ലാത്തിന്റെയും ടേസ്റ്റ് നമുക്ക് പറ്റും. അങ്ങനെ എല്ലാ പിന്നെ വൈറ്റമിൻസും നമ്മൾ മാക്സിമം ഉപയോഗിക്കാനും നോക്കുക. അപ്പൊ പിന്നെ ന്യൂട്രിചാർജ് വുമന്റെ പിന്നെ വേറെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 50 പോഷകങ്ങളുണ്ട്, 13. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ഇത് പിന്നെ സ്ട്രോബെറി കണ്ടന്റ് ആണ്. ഈ സ്ട്രോബെറി തന്നെയാണ് നമ്മുടെ ഭംഗി കൂട്ടാനുള്ള ആ ഒരു കണ്ടന്റ് ആയിട്ട് അതിൽ കൊടുത്തിരിക്കുന്നത്, സ്കിന്നിന് ഗ്ലോ വരാനൊക്കെ. പിന്നെ 100% വെജിറ്റേറിയൻ ആണ്. അതാണ് പിന്നെ എടുത്തു പറയേണ്ടത്. അപ്പൊ ഏതൊരാൾക്കും ഈ 100% വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ദോഷങ്ങൾ ചെയ്യില്ല എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നോളും. പിന്നെ അത് നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. കാരണം ഒരിക്കലും വെജിറ്റബിളോ ഫ്രൂട്ട്സോ കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു പിന്നെ ഭയങ്കര ഹെവിനെസ് അല്ലെങ്കിൽ ഒരു ഭയങ്കര വയറിനൊരു ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതൊരു സമയം ഒരു നോൺ വെജ് കഴിച്ചു നോക്കിയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, വയറിന് ഭയങ്കര പിന്നെ ഒരു ഭാരം തോന്നണ പോലെ, ദഹിക്കാൻ ബുദ്ധിമുട്ട് ഇങ്ങനെ വരും. പക്ഷെ ഒരിക്കലും ഒരു പച്ചക്കറി കഴിച്ചിട്ടോ ഒരു ഫ്രൂട്ട്സ് കഴിച്ചിട്ടോ അങ്ങനെ സംഭവിക്കില്ല. അതാണ് വെജിറ്റബിളിന്റെ ഒരു പ്രത്യേകത. അത് ബയോ ആക്റ്റീവ് ഫോം ആണ്, നമ്മുടെ ബോഡിക്ക് എപ്പോഴും അബ്സോർബ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതാണ് വെജിറ്റേറിയൻ ആയതുകൊണ്ടുള്ള ഗുണം. പിന്നെ ഇത് ആരാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു പീരിയഡ്സ് ആയ ഒരു സ്ത്രീ തുടങ്ങി എന്നൊരു സ്ത്രീ മെനപ്പോസ് ആവുന്നു അന്ന് വരെ ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ്. ഇത് കൊടുക്കുമ്പോൾ പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടാവും, എത്ര നാൾ എടുക്കണം മാഡം? ഇതാണ് പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അവരോട് അപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കുക, ഇതിലുള്ളത് ഫ്രൂട്ട്സും വൈറ്റമിൻസും പിന്നെ പിന്നെ നമ്മുടെ മിനറൽസും ഇതൊക്കെയാണ്. ഇത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. നമ്മുടെ ഭക്ഷണം എന്ന് നമ്മൾ നിർത്തുന്നു, നമ്മൾ ഇതൊക്കെ കിട്ടാനാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇത് എന്നാണ് നമ്മൾ ഭക്ഷണം നിർത്തുന്നത്? അതേപോലെയുള്ളതാണ്. ഭക്ഷണം നിർത്തുന്നവരെ നിങ്ങൾക്ക് കഴിക്കാം. കാരണം ഇതൊരു മെഡിസിൻ അല്ല. മെഡിസിൻ ആണ് നമ്മൾ ഇത്ര കാലയളവിലേക്ക് കഴിക്കുക എന്ന് ഡോക്ടർ പറയണത്. നിങ്ങൾ ഒരാഴ്ച കഴിക്കണം അല്ലെങ്കിൽ 10 ദിവസം കഴിക്കണം. പക്ഷെ ഒരു ഫുഡ് 10 ദിവസം കഴിക്കണം എന്ന് ആരെങ്കിലും പറയുമോ? അപ്പൊ അതുകൊണ്ട് ഇത് ഫുഡാണ്. അപ്പോൾ എത്ര നാൾ നമ്മൾ കഴിച്ചാൽ അത്രയും നമുക്ക് ആ വൈറ്റമിൻസും ന്യൂട്രീഷനും നമ്മുടെ ശരീരത്തിന് കിട്ടും. ശരീരത്തിന്റെ കേടുപാടുകൾ കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഒരു അസുഖങ്ങൾ വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഇതിന്റെ കൂടെ നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, ന്യൂട്രീഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ 70% ന്യൂട്രീഷൻ, 30% എക്സസൈസ്. ഇതൊരു ഹെൽത്തി ലൈഫിന്റെ നോർമൽ ഫോർമുലയാണ്. അവർ ചോദിക്കും, ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നാൽ മതി എന്നുള്ളൊരു ചിന്താഗതി വരും.
ഒരിക്കലുമല്ല. നമ്മൾ നോർമൽ കഴിക്കേണ്ട ഫുഡുകൾ അതേപോലെ കഴിക്കുക. അതിൽ മാക്സിമം ന്യൂട്രീഷൻ ഉള്ളത് കഴിക്കാൻ നോക്കുക. എഗ്ഗ് മാക്സിമം ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ കുറയ്ക്കാൻ നോക്കുക. മാക്സിമം നല്ല ഫുഡുകൾ കഴിച്ചിട്ട് അതിന്റെ ഒപ്പം നമ്മുടെ ന്യൂട്രീഷനും കൂടെ എടുത്തു കഴിയുമ്പോഴാണ് നമ്മുടെ ഈ 70% ഏകദേശം ഫില്ലാവുന്നത്. ബാക്കി 30% എക്സസൈസ് മസ്റ്റായ കാര്യമാണ്. അത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ഒരു എക്സസൈസ് ഇല്ലാതെ ഒരേ ഇരുത്തങ്ങനെ ഇരുന്നിട്ട് ന്യൂട്രീഷൻ കുറെ കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ബിക്കോസ് ഈ ന്യൂട്രീഷൻ നമ്മുടെ ബോഡിക്ക് എടുക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ബോഡിക്ക് മൂവ്മെന്റ് വേണം. അതിനുള്ള മൂവ്മെന്റുകൾ നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ ഒന്ന് തീരെ ബുദ്ധിമുട്ട് പറയുന്നവർക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നടക്കാൻ പറയാം. ഒരു 6000 സ്റ്റെപ്സ് എങ്കിലും നടക്കണം എന്ന് പറയാം. പക്ഷെ നടത്തം നോർമലി നമ്മൾ ഒരു എക്സസൈസ് ആയിട്ട് ഒരിക്കലും കണക്കാക്കില്ല. ബിക്കോസ് നമ്മുടെ കാലുകൾ ഭൂമിയിൽ നിന്ന് പൊന്തി താന്നുള്ള ഒരു എക്സസൈസിനെയാണ് നമ്മൾ ശരിക്കും ഒരു എക്സസൈസ് ആയിട്ട് പറയാം. അതായത് ആന്റി ഗ്രാവിറ്റി എക്സസൈസ് എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു എക്സസൈസ് ചെയ്യാൻ അവരോട് പറയാം. അപ്പൊ അതിന് വലിയ ജിമ്മിൽ പോയിട്ട് കുറെ പൈസ കളയണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുക, സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ സ്റ്റെപ്സ് ഉണ്ടാവുമല്ലോ, ആ സ്റ്റെപ്സ് ഒരു 10-20 പ്രാവശ്യം കയറി ഇറങ്ങുകയും ചെയ്യാം. അപ്പോൾ അതൊരു ആന്റി ഗ്രാവിറ്റി എക്സസൈസ് ആയി. ഇല്ലെങ്കിൽ ഇനി തീരെ വയ്യാത്ത വയസ്സായവരൊക്കെ ആണെങ്കിൽ അവർക്ക് കസേരയിൽ ഇരുന്ന് തന്നെ കാല് ഉയർത്തിയും താത്തിയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റും. യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ എക്സസൈസുകളുണ്ട്. ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരതൊക്കെ നോക്കി ചിലപ്പോൾ ചെയ്തോളൂ. അപ്പൊ അതൊരു നിർബന്ധമായ കാര്യം എന്ന് പറയും. പിന്നെ അതിന്റെ ഒപ്പം തന്നെ നിർബന്ധമായ കാര്യമാണ് ഓരോരുത്തരും 3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കണം എന്നുള്ളത്. അതും പറഞ്ഞു കൊടുക്കുക. ഓരോ 20 കിലോ ഭാരത്തിനും നമ്മൾ ഓരോ ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പൊ എന്തായാലും ഓരോരുത്തരും ഒരു 50 കിലോ എങ്കിലും വെയിറ്റ് ഉണ്ടാവാതിരിക്കില്ല. അപ്പോ ഡെയിലി 3 ലിറ്റർ വേണം. അപ്പൊ അവർ പറയും ഞങ്ങൾ കുടിക്കുന്നൊക്കെ ഉണ്ടെന്ന് പറയും. പക്ഷെ നമ്മൾ ഇനിയിപ്പം അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളെ ആണെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ആ റിപ്പോർട്ട് വാട്സപ്പ് അയച്ചു തരാൻ പറയും. പിന്നെ അവരെ ഒന്ന് ബോഡി സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ പറയുന്നതും നമ്മുടെ ഇതുമായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡിജിറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ പിന്നെ അവരൊന്നും പറയില്ല. അല്ലെങ്കിൽ പറയും ഞാൻ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്നുണ്ട്, ഞാൻ പിന്നെ നല്ല ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ അവർ ചിലപ്പോൾ നമ്മളെ ഒന്ന് ഇതാക്കാൻ നോക്കും. അപ്പൊ നമുക്ക് അങ്ങനെ അടുത്ത് കാണാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ ബ്ലഡ് ടെസ്റ്റും ചെയ്യിപ്പിച്ച് ആ ബോഡി സ്കാനും ചെയ്ത് ആ റിപ്പോർട്ട് ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളോട് ഒന്നും തിരിച്ചു പറയാനുണ്ടാവില്ല. കാരണം അതിൽ വെള്ളം കുടിക്കുന്ന അളവ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വെള്ളം കുടിയില്ല, നിങ്ങളുടെ മസിൽ പോയി, നിങ്ങൾക്ക് പിന്നെ പിന്നെ എന്താ പറയാ ബോൺ ഡെൻസിറ്റി ഇല്ല, നിങ്ങളുടെ ശരീരത്തിൽ ഇത്രമാത്രം കൊഴുപ്പാണ് ഉള്ളത്. അപ്പൊ ഇത്രയും കൊഴുപ്പ് ശരീരത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ ആ കൊഴുപ്പിനെ ബേൺ ചെയ്ത് കളയണം. നമ്മുടെ ശരീരത്തിൽ ഓവറായിട്ട് നിൽക്കുകയാണ് ഈ കൊഴുപ്പ്. അത്രയും കൊഴുപ്പ് നമുക്ക് ആവശ്യമില്ല. ആ കൊഴുപ്പിനെ കളയണമെങ്കിൽ നമ്മൾ ഒന്ന് എക്സസൈസ് ചെയ്യണം, നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ കുറയ്ക്കണം. അപ്പൊ നമുക്ക് വേണ്ടത് മസിലാണ്. ഈ മസിലിന് നമ്മൾ ഉണ്ടാക്കാതെ ഈ പിന്നെ കാർബോഹൈഡ്രേറ്റ് കഴിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഫാറ്റ് ആണ് വരുന്നത്. അപ്പൊ മസിൽ ഇരിക്കേണ്ട സ്ഥലത്താണ് ഈ ഫാറ്റ് കയറിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് മസിലിന് സ്ഥലമില്ല. അപ്പൊ എപ്പോഴും ഫാറ്റിനെ ഒഴിവാക്കിയാലാണ് അവിടെ മസിലിന് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മസിലിന് വേണ്ട ഫുഡ് പ്രോട്ടീനുമാണ്. പ്രോട്ടീൻ കൊടുത്തു കഴിഞ്ഞാൽ മസിൽ അവിടെ നന്നായിട്ട് ബിൽഡ് ചെയ്യും. അപ്പൊ അവിടെ ഫാറ്റിന് സ്ഥാനമില്ലാതെയാവും. അങ്ങനെയാണ് നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് വരുന്നത് ഈ ശ്വാസം മുട്ടല്, ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ബോഡി പെയിൻ, കാലുവേദന, കൈവേദന, നിൽക്കാൻ പറ്റുന്നില്ല, പിന്നെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ, പീരീഡ്സ് റെഗുലർ അല്ലാത്ത പ്രശ്നങ്ങൾ, പീരീഡ്സ് വരുന്നതിന് 2 ദിവസം മുമ്പ് അവർക്ക് ഒരു രക്ഷയില്ലാത്ത പെയിൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മിക്ക സ്ത്രീകൾക്കും ഇപ്പോഴത്തെ ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഉണ്ട്. കാരണം മെയിനായിട്ട് അവർ കഴിക്കുന്ന ഫുഡിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഫുഡ് അങ്ങനെയാണല്ലോ. അപ്പൊ ഈ ഫുഡിൽ നിന്നൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇതിലൊക്കെ വരുന്ന നമ്മുടെ ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഈവനിങ് പ്രിമോസിന്റെ സത്ത്, 6 ബൊട്ടാണിക്കൽസ് നമ്മൾ പറഞ്ഞു. ഒന്ന് ഈവനിങ് പ്രിമോസിന്റെ സത്ത്, അത് ഈ പിന്നെ വൈകുന്നേരങ്ങളിൽ വിരിയുന്ന ഒരു പൂവിനാണ് ഈ ഈവനിങ് പ്രിമോസ് എന്ന് പറയുന്നത്. ഇത് സ്ത്രീകൾക്ക് വരുന്ന ഒരുവിധം രോഗങ്ങൾക്കെല്ലാം, അതായത് പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകം പിന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ബൊട്ടാണിക്കലാണ് ഈ പിന്നെ ഈവനിങ് പ്രിമോസ് എന്ന് പറയുന്നത്. ഇത് ചർമ്മത്തെ നല്ലോണം മോയ്സ്ചറാക്കി വെക്കാൻ സഹായിക്കും, ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. പിന്നെയുള്ളത് സ്റ്റാർ ഫ്ലവറിന്റെ സത്ത്, അത് ഈ പ്രിമറോസിന്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു ബൊട്ടാണിക്കലാണ്. ഇത് നമ്മുടെ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം നിയന്ത്രിക്കാനും നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോ ആക്കി നിലനിർത്താനും സഹായിക്കുന്ന സാധനമാണ് സ്റ്റാർ ഫ്ലവറിന്റെ സത്ത്. പിന്നെ ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, നമ്മളൊക്കെ അറിയാം ഗ്രീൻ ടീ ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞ് എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഗ്രീൻ ടീ കുടിക്കണതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ചൈനയിൽ നിന്ന് ഉത്ഭവിച്ചൊരു സാധനമാണ്. അതിൽ നല്ല പോളിഫിനോൾ, കാറ്റച്ചിൻ തുടങ്ങിയ ശക്തമായ ആന്റി ഓക്സിഡന്റുകളുള്ള ഒരു
വൈറ്റമിൻ ആണ്, ഒരു പിന്നെ ബൊട്ടാണിക്കലാണ് ഈ ഗ്രീൻ ടീ. ഇത് നമ്മളെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും, HDL കൂട്ടാൻ സഹായിക്കും. പിന്നെ രക്തത്തിലെ പഞ്ചസാര, ഇപ്പൊ ചിലപ്പോൾ വലിയ ഷുഗറിന്റെ ഇതിലേക്കൊന്നും നമ്മൾ പോയിട്ടുണ്ടാവില്ല, പക്ഷെ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജോ സിംറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ അതിനെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. വയറിൽ കെട്ടിക്കിടുന്ന സ്ത്രീകൾക്ക് ഏറ്റവും വലിയ വരുന്ന പ്രശ്നമാണ് വയറിന്റെ അവിടെ കൊഴുപ്പ് കൂടുക. ആ കൊഴുപ്പുകളെ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ രക്തത്തിലെ ആന്റി ഓക്സിഡന്റ് അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പിന്നെ നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാനുള്ള ആ ഒരു എനർജി കിട്ടാനുള്ളത്, ബാക്ടീരിയ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ. ഇതൊക്കെയാണ് ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒക്കെയാണ് നമുക്ക് സ്ത്രീകൾക്ക് കൂടുതൽ യൂട്രസിൽ ഈ പീരീഡ് സമയങ്ങളിൽ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ വരിക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. പിന്നെ നമ്മുടെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നുള്ള അത് പിന്നെ പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യണത്, അതിനെ കുറയ്ക്കാൻ ഇതൊക്കെ ഗ്രീൻ ടീ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ചണവിത്ത്, നമ്മുടെ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത്, ഫ്ലാക്സീഡ് ഒരു ഒമേഗ 3 ആണ്. നമ്മളപ്പോ അറ്റ്ലീസ്റ്റ് ഒമേഗ 3 നമ്മൾ സെപ്പറേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിലും ഇതിൽ തന്നെ കുറച്ച് ഒമേഗ 3 നമുക്ക് കിട്ടും. കാരണം അതിന്റെ സത്തും ഇതിലുണ്ട് നമ്മുടെ ന്യൂട്രിചാർജ് വുമണിൽ. ഇത് നമുക്ക് പിന്നെ ഭയങ്കര ടെൻഷൻ, സ്ത്രീകൾക്ക് അധികവുമുള്ള പ്രശ്നമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഒരു ടെൻഷൻ വരുന്നത്, അതിനെയൊക്കെ കുറയ്ക്കാനും നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു നമ്മുടെ ഒരു എനർജി കിട്ടാനൊക്കെ ചണവിത്ത് സഹായിക്കും. പിന്നെ നമുക്ക് 2 കരോട്ടിനോയിഡുകൾ ഉണ്ട് ഇതില്. പിന്നെ ഫംഗസ്, ആൽഗകൾ, ബാക്ടീരിയ എന്നിവ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ള റിലീഫ് കിട്ടാനും. 600-ലധികം വ്യത്യസ്ത കരോട്ടിനോയിഡുകൾ ഉണ്ടെന്നാണ് പറയണത്. അതിൽ പലതും നമുക്ക് ഹൃദ്രോഗം, പ്രമേഹം ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സഹായിക്കും. പിന്നെ കണ്ണിനുള്ള ലൂട്ടൈൻ പിന്നെ അത് ആക്ച്വലി നമുക്ക് ന്യൂട്രിചാർജ് വ്യൂ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതിൽ കൂടുതൽ കണ്ടന്റ് ഉണ്ട്, നമുക്ക് വേണ്ട പ്രോപ്പർ അളവ്. ഇതിൽ അതിന്റെ ഒരു ചെറിയ അളവ് ഈ നമ്മുടെ ന്യൂട്രിചാർജ് വുമണിലും കൊടുത്തിട്ടുണ്ട്. ലൈക്കോപ്പിൻ എന്ന് പറഞ്ഞ ഒരു വൈറ്റമിൻ ഉണ്ട്. പിന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് പിന്നെ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് പിന്നെ ഈ അമിനോ ആസിഡ്സുകൾ. അങ്ങനെയുള്ള 5 അമിനോ ആസിഡ്സുകൾ ശരിക്കും പറഞ്ഞാൽ 21ഓളം അമിനോ ആസിഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ മിനിമം ഒരു 9 അമിനോ ആസിഡ്സ് എങ്കിലും നമ്മുടെ ശരീരത്തിൽ അറ്റ്ലീസ്റ്റ് കിട്ടിയിരിക്കണം എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനത്തെ അമിനോ ആസിഡ്സുകളുടെ കുറച്ച് അളവുകൾ ഇതിലുണ്ട്. പിന്നെ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള 13 പഴങ്ങൾ. ഈ പഴങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഈ നമ്മുടെ ന്യൂട്രിചാർജ് വുമണിലുണ്ട്. പിന്നെ 13 വൈറ്റമിനുകൾ. നമ്മുടെ ഓരോ കോശങ്ങൾക്കും വരുന്ന ഡാമേജുകളെ കറക്റ്റ് ചെയ്യാൻ വൈറ്റമിൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്ക് വൈറ്റമിൻ ഡി ഏറ്റവും ഇപ്പോൾ നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. കാരണം ആരും വെയിലത്ത് പുറത്ത് പണിയെടുക്കുന്നില്ല. എല്ലാവരും ഒരു ഓഫീസിലാണെങ്കിൽ ഓഫീസിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാണെങ്കിൽ അതിന്റെ ഉള്ളിൽ, അങ്ങനെ പണിയെടുക്കുന്ന ഒരു കാലമാണ്. വൈറ്റമിൻ ഡി ഭയങ്കര ഡെഫിഷ്യൻസി. അത് ഇപ്പൊ ഈ ആണുങ്ങൾക്കും അത് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം പുറത്ത് പണിയെടുക്കൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പൊ ഈ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നം, എന്ത് പ്രശ്നവും വൈറ്റമിൻ ഡി കുറഞ്ഞാൽ വരാം. ഈവൻ ഡിപ്രഷൻ, എല്ലുകളുടെ വേദന, പിന്നെ നമുക്ക് എന്താ പറയാ, നമ്മൾ എടുക്കുന്ന ന്യൂട്രീഷന്റെ അളവ് നമ്മുടെ ബോഡിക്ക് കിട്ടാതെ അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം, ഇതും വൈറ്റമിൻ ഡി കുറഞ്ഞാൽ വരും. നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ന്യൂട്രീഷനും എടുക്കാൻ വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ നമ്മൾ ഭക്ഷണം വെറുതെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പ്രോപ്പർ വൈറ്റമിൻ ഡി കിട്ടിയാലേ അത് എല്ലുകളുടെ ബലത്തിന്, പിന്നെ പേശികളുടെ ആ ഒരു നല്ലൊരു കോംപ്ലക്ഷന്, പിന്നെ നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന്, മുടിയുടെ നഖത്തിന്റെയും ആരോഗ്യത്തിന്, പിന്നെ എന്താ പറയാ, തലച്ചോറിന്റെ പ്രവർത്തനത്തിന്, ഇങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഈ വൈറ്റമിനുകൾ അത്യാവശ്യമാണ്. പിന്നെ 13 മിനറൽസ്, ധാതുക്കളുടെ കാര്യം പിന്നെ പറയേണ്ട. അതും നമ്മുടെ ശരീരത്തിന്റെ ടിഷ്യൂകള് പിന്നെ കറക്റ്റ് ചെയ്യാൻ, എൻസൈംസ് ഉൽപ്പാദിപ്പിക്കാൻ. കാരണം നമ്മുടെ ബോഡിയിൽ, വയറിലൊക്കെ പല എൻസൈംസ് ഉണ്ടാവുന്നതുകൊണ്ടാണ് അവിടെയുള്ള ഡൈജഷൻ, പിന്നെ ഓരോ പിന്നെ നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടക്കുന്നതിന് നമ്മുടെ വയറിലും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും ലിവറിലും ഒക്കെ പല എൻസൈംസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ കുറെ പ്രവർത്തനങ്ങൾ എൻസൈംസുകൾ പ്രൊഡ്യൂസ് ചെയ്യലൊക്കെ നടക്കുന്നുണ്ട്. അത് ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിന് ഈ നമ്മൾ കൊടുക്കുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, ഹൃദയത്തിന്റെ പ്രവർത്തനം, അങ്ങനെ എന്ത് പ്രവർത്തനത്തിനും നമ്മുടെ ഈ വൈറ്റമിൻസും ന്യൂട്രീഷനും മിനറൽസും എല്ലാം അത്യാവശ്യമാണ്. ആ ഒരു പക്ക മെഷർമെന്റിലാണ് നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ നമുക്ക് ന്യൂട്രിചാർജ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിൽ കൂടുതൽ വേറെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇപ്പൊ ഒരാൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. മിനിമം നമ്മൾ അവർക്ക് അറിയേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ തന്നെ ആ അത്രയും പ്രശ്നങ്ങളെല്ലാം അവർക്ക് ഉണ്ടാവുമായിരിക്കും അധികവും. അപ്പോൾ
ഒരു ന്യൂട്രിചാർജ് വുമൺ തന്നെ നമുക്ക് നന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ അടുത്ത് ന്യൂട്രിചാർജ് വുമൺ ഒരു ക്ലിനിക്കലി പ്രൂവൺ ചെയ്തു, അത് അറിഞ്ഞിട്ടുണ്ടോ എല്ലാവരും? ന്യൂട്രിചാർജ് വുമണിന്റെ 21 mg അയൺ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ അധികവും ഹീമോഗ്ലോബിൻ കുറവാണല്ലോ സ്ത്രീകൾക്ക്. അപ്പൊ നമ്മളൊരു 90 ഡേയ്സ് പല ഏജിലുള്ള സ്ത്രീകൾക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്ക് ഒരു 90 ദിവസം, അതായത് ഒരു 3 മാസം ന്യൂട്രിചാർജ് വുമൺ കഴിച്ചപ്പോൾ 2.7% അത്രയും ഇൻക്രീസ്. അതായത് ഇപ്പൊ ഒരു 9 ഒക്കെ ഉള്ള ആൾക്കൊരു 10-11-12ലേക്കൊക്കെ എത്തണ പോലെയുള്ള 90 ഡേയ്സിനുള്ളിൽ വന്നിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് ക്ലിനിക്കലി പ്രൂവൺ ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടും നമുക്കുണ്ട്. അതേപോലെ 95% സ്ത്രീകളിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് 90 ഡേയ്സിൽ, പിന്നെ അവരുടെ കംപ്ലീറ്റ് ഹെൽത്ത് റിക്കവർ ചെയ്യാൻ പറ്റിയത്. പിന്നെ 39% വുമണിൽ എക്സ്പീരിയൻസ് ചെയ്ത റിപ്പോർട്ടുണ്ട്. ഒക്കെ 90 ഡേയ്സ് ആട്ടോ നോക്കുന്നത്. ഇതൊക്കെ ഹെയറിന്റെ ഹെൽത്ത് വ്യത്യാസം വന്നത്. പിന്നെ 34% സ്ത്രീകൾക്ക് സ്കിന്ന് നല്ലതായത് ന്യൂട്രിചാർജ് വുമൺ കഴിച്ചിട്ട്. ഇതൊക്കെ 90 ഡേയ്സ് കഴിച്ചപ്പോൾ വന്ന വ്യത്യാസം പ്രൂവൺ ചെയ്തതാണ്, ക്ലിനിക്കലി പ്രൂവ് ചെയ്തതാണ്. പിന്നെ മെനിസ്ട്രൽ സൈക്കിള് പ്രോപ്പർ അല്ലാത്ത, അതായത് റെഗുലർ ആയിട്ട് പീരിയഡ്സ് വരാത്ത ഒരു 65% സ്ത്രീകൾക്ക് 90 ഡേയ്സിനുള്ളിൽ പിന്നെ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചിട്ട് അവരുടെ മെനിസ്ട്രൽ പ്രശ്നങ്ങൾ മാറിയതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 85% സ്ത്രീകൾക്ക് പിന്നെ മെനിസ്ട്രൽ സിംറ്റംസ് ഇംപ്രൂവ് ചെയ്തതായിട്ട്. അങ്ങനെ സ്റ്റാമിന തീരെ ആരോഗ്യമില്ലാത്തവർക്ക് 16% സ്ത്രീകൾക്ക് ആരോഗ്യം കൂടിയതായിട്ട്. ഇങ്ങനെ എല്ലാ ഇതിലും ക്ലിനിക്കലി പ്രൂവ് ചെയ്ത റിപ്പോർട്ട് നമുക്കുണ്ട്. അപ്പോൾ പിന്നെ ഇനി ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, നമ്മൾ ഈ ന്യൂട്രീഷൻ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൂടുതലാവുമോ? നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നോട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, പിന്നെ ന്യൂട്രീഷനോട് കഴിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം അധികമായിട്ട് വല്ല പ്രശ്നം വരുമോ? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഒരിക്കലും അത് അധികമാവില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് 21 mg അയൺ വേണമെങ്കിൽ 21 mg അയൺ അല്ല ശരിക്കും നമുക്ക് വേണ്ടത്, 29 mg അയൺ ആണ് ഒരു സ്ത്രീക്ക് വേണ്ടത്. പക്ഷെ നമ്മുടെ ന്യൂട്രിചാർജ് വുമണിൽ 21 mg ഉള്ളൂ. അപ്പൊ എന്താ കാര്യം? അവിടെ കുറച്ച് കുറവാണ് വെച്ചിരിക്കുന്നത്. അതായത് നമുക്ക് എന്താണോ പ്രോപ്പർ അളവ് വേണ്ടത് അതിനേക്കാൾ ഒരു കുറച്ച് പെർസെന്റേജ് കുറഞ്ഞിട്ടാണ് നമ്മുടെ ന്യൂട്രിചാർജ് വുമണിലുള്ളത്. അതെന്തുകൊണ്ടാ? ബാക്കി നമ്മുടെ ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടി അത് കറക്റ്റ് ആവും എന്നുള്ളൊരു ഇതിലാണ്. അപ്പൊ നമുക്ക് കൂടാനുള്ള ചാൻസ് അവിടെ ഇല്ലല്ലോ. അതായത് ഇപ്പൊ അയൺ ആണെങ്കിൽ ഒരു 75% ഉള്ളൂ, ബാക്കി 25% നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടുക. അതേപോലെ വൈറ്റമിൻ B12 ആണെങ്കിൽ ഒരു 45% ഉള്ളൂ നമ്മുടെ ന്യൂട്രിചാർജ് വുമണിൽ, ബാക്കി നമ്മുടെ ഫുഡിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും കിട്ടുന്നുള്ളൂ. ഇതേപോലെ ഓരോന്നിനും ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് കുറച്ചാണ് നമ്മുടെ ന്യൂട്രിചാർജ് വുമണിൽ കൊടുത്തിരുന്നത്. അതായത് അത്രയും പക്ക മെഷർമെന്റിലാണ് ന്യൂട്രിചാർജ് വുമൺ ഉള്ളത്. ബാക്കി നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് നമ്മുടേത്. അപ്പൊ നമ്മൾ അതിനുള്ള നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഇത്രയാണ് ന്യൂട്രിചാർജ് വുമണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും ഏകദേശം സമയം കഴിയാറായി. ഇനി നമുക്കൊരു ചെറിയൊരു മോട്ടിവേഷൻ പോലെ, ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ ചെല്ലുമ്പോൾ പിന്നെ ഒരു പേടി, അല്ലെങ്കിൽ പിന്നെ ഇവരോട് പറഞ്ഞ അവരത് എടുക്കുവോ, പിന്നെ നമുക്ക് ഇതെങ്ങനെ പറയും, അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവും ഒരു പേടിയൊക്കെ സാധാരണ സംഭവിക്കുന്നുണ്ടാവും അല്ലെ? അങ്ങനെ നമ്മൾ മടിച്ചു നിൽക്കും. അപ്പൊ ഒരു പേടിനെ കുറിച്ച് ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരു വിശ്വവിഖ്യാതനായ ഒരു പിന്നെ ലെബനോൻ കവിയുണ്ട്, ഖലീൽ ജിബ്രാൻ എന്ന പുള്ളിയുടെ പേര്. പുള്ളി ഭയത്തെ കുറിച്ച് ഒരു കഥ പറഞ്ഞു. ആ കഥ ഇങ്ങനെയാണ്: കടലിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പുഴയൊന്ന് ഭയപ്പെട്ടു അത്രേ. അപ്പോ പുഴ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. അങ്ങ് ദൂരെ മലമുകളിൽ നിന്ന് ആരംഭിച്ചതാണ് യാത്ര. നമുക്കറിയാലോ, മലയുടെ മുകളിൽ നിന്നായിരിക്കും ഈ പുഴ ഇങ്ങനെ വന്ന് 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 പോയി കടലിൽ ചേരുന്നത്. അപ്പോ തിരിഞ്ഞു നോക്കിയപ്പോൾ വനങ്ങളും ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ താണ്ടി നീണ്ടു പൊളഞ്ഞ വഴികളാ. ഇനി ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല എന്ന് പുഴയ്ക്ക് മനസ്സിലായി. കാരണം പേടിച്ചിട്ട് പുറകിലേക്ക് തിരിച്ചു പോകാൻ നോക്കിയാൽ നടക്കില്ല, ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. മുമ്പോട്ട് നോക്കിയപ്പോൾ വിശാലമായ സമുദ്രം കിടക്കണത്. അത് കണ്ടപ്പോൾ പുഴ പേടിച്ചു. അപ്പോ വേറെ രക്ഷയില്ല, തിരിച്ചിനി പോകാൻ പറ്റില്ല. അപ്പൊ പുഴ ആ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ഇനി സമുദ്രത്തിൽ പ്രവേശിക്കല്ലാതെ വേറെ വഴിയില്ല. അപ്പോ നേരെ മുമ്പോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. പതുക്കെ പതുക്കെ പുഴയിലേക്ക് ഇങ്ങനെ ലയിക്കാൻ തുടങ്ങി, ഇറങ്ങി ആഴങ്ങളിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോഴാണ് പുഴ ലാസ്റ്റ് ആ സത്യം തിരിച്ചറിഞ്ഞത്: ഞാൻ ഇല്ലാതാവുകയല്ല, വലിയൊരു സമുദ്രമായി മാറുകയാണെന്നുള്ളത് പുഴ തിരിച്ചറിഞ്ഞത്. അതേപോലെയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ന്യൂട്രിചാർജോ RCO എന്ന് പറഞ്ഞ വലിയ സമുദ്രം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് അതിലേക്ക് പോകാനായിട്ട് ഈസി ആയിട്ടുള്ള വഴികളൊക്കെ നമുക്ക് അവർ തരുന്നുണ്ട്. ക്ലാസ്സുകളായാലും
അപ്പൊ നമ്മൾ അതിൽ പേടിച്ച് മടിച്ചൊന്നും നിൽക്കാതെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കുക. ഇതേപോലെ ഈ പുഴേനെ പോലെ ഇനി തിരിഞ്ഞ് പുറകിലേക്ക് പോണോ നോക്കി നിന്ന് കഴിഞ്ഞാൽ തിരിച്ചു പോവണ്ട. ഈ വന്ന വഴി മുമ്പോട്ട് പോയി പോയി നേരെ സമുദ്രത്തിലേക്ക് ലയിക്കാൻ നോക്കുക. അപ്പോ ഏറ്റവും വലിയ ഒരു എന്താ പറയാ, നമ്മള് സമുദ്രം എവിടെയൊക്കെ എത്താൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അതേപോലെ വലിയ ഉയരങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതേ ആളുകളിലേക്ക് ഇപ്പൊ വലിയ വലിയ ആളുകളെ കാണണമെങ്കിൽ നമുക്ക് ആ ഒരു പേടി മാറാനൊക്കെ നമ്മള് ഇതേപോലെ പഠിച്ചെന്ന് മുമ്പോട്ട് പോയാൽ മതി. അപ്പൊ ഒരു സമുദ്രമായി മാറാൻ പറ്റുന്നുള്ള ആ മുമ്പോട്ട് പേടിയൊക്കെ മാറ്റി ആ ഒരു ചിന്തയിലേക്ക് പോയിട്ട് നമുക്കൊരു സമുദ്രമായി മാറാൻ എല്ലാവർക്കും കഴിയട്ടെ. അപ്പൊ ഇങ്ങനെ ഒരു അവസരം തന്ന ഷൈനി മാഡത്തിനും അനിരുദ്ധ സാറിനും എന്റെ എല്ലാ ലീഡേഴ്സിനും, രജിത മിസ്, സുഭാഷ് സാറ്, നമ്മുടെ ഗിരീഷ് സാറ്, ഡോക്ടർ രാജനെ ഞാൻ കഴിഞ്ഞ ദിവസവും കണ്ടിരുന്നു. ഡോക്ടർ രാജൻ പറഞ്ഞു ഹാപ്പിയാണ്, നിങ്ങൾ നല്ല ന്യൂട്രിചാർജ് നന്നായി സെയിൽ ചെയ്യുന്ന, നല്ല ടോപ്പിൽ സെയിൽ ചെയ്യുന്ന നല്ല സന്തോഷമായത് കേട്ടപ്പോ. അപ്പോൾ നമ്മുടെ ലീഡേഴ്സിന്റെ ഒക്കെ ഹെൽപ്പ് കൊണ്ട് നമുക്ക് എപ്പോഴും നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും ചോദിക്കാനും പറയാനും ഒക്കെ ലീഡേഴ്സ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് സുരേഷ് സാറിന്റെ ക്ലാസ്സുകൾ ഏറ്റവും നല്ലതാണ് നമുക്ക് പഠിക്കാനായിട്ട്. പിന്നെ വീരാങ്കരയിൽ ചേരാൻ പറ്റുകയാണെങ്കിൽ അത് ചേർന്ന ക്ലാസ്സുകൾ കേട്ടിട്ടൊക്കെയാണ് ഞാൻ ഇത്രയും പഠിച്ചെടുത്തത്. പിന്നെ നമ്മുടെ NCC കോഴ്സ് ചെയ്തു. അപ്പൊ നമുക്ക് ആരെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്രെഡിബിലിറ്റി, നമ്മളിത് പഠിച്ച് ചെയ്യുന്നതെന്നുള്ളൊരു പറയാനായിട്ട് നമുക്ക് NCC ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. മറ്റതല്ലെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വാലിഡിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആ സർട്ടിഫിക്കറ്റ്. നമ്മൾ സുരേഷ് സാറിന്റെ ക്ലാസ്സുകൾ കുറെ കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാനിത് ആക്ച്വലി തുടങ്ങിയത്. പിന്നെ അത് കൂടുതൽ ക്ലാസ്സുകൾ കേട്ട് പഠിച്ചു. പിന്നെ ആളുകളിലേക്ക് നമ്മൾ എന്താ തെറ്റ് പറ്റിയാലും കുറെ ആളുകളിലേക്ക് കേട്ട് ആ ഒരു എക്സ്പീരിയൻസ് ആയപ്പോൾ ഇപ്പൊ എന്റെ കോൺഫിഡൻസ്, എനിക്ക് ആരെന്നോട് എന്ത് പറയാൻ വന്നാലും എനിക്ക് അതിന് തിരിച്ചു ചോദിക്കാനും ഉത്തരം പറയാനുള്ള ഒരു കോൺഫിഡൻസ് ആയി. അത് കാരണം ഇപ്പൊ ഏത് വലിയ ബിസിനസ്സുകാരായാലും അവരുടെയൊക്കെ മുമ്പിൽ ചെന്ന് സംസാരിക്കാൻ ഒരു പേടിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പേടി മാറ്റാനാണ് ഞാൻ ഒരു ചെറിയൊരു മോട്ടിവേഷൻ പോലെ ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞത്. അപ്പൊ നമ്മള് വലിയൊരു കടലിലേക്ക് ചെല്ലാൻ നമ്മൾ റെഡിയായി നിൽക്കുക എന്നുള്ളത് അങ്ങനെ ധൈര്യത്തിൽ മുമ്പോട്ട് പോവുക. ഒരിക്കലും പുഴ തിരിച്ച് പുറകിലേക്ക് പോവില്ല, മുമ്പോട്ട് തന്നെ പോവുള്ളൂ. അതേപോലെയുള്ള പുഴയായി മാറാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. അതിനുള്ള എല്ലാ അവസരങ്ങളും TCGയും എല്ലാവരും തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പൊ എല്ലാവർക്കും ചെറിയൊരു ഉപകാരമായി തോന്നുന്നു എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും. അപ്പോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി വിളിച്ചാലും എനിക്കിങ്ങനെ ഓരോ എക്സ്പീരിയൻസ് ഉള്ളതും നമുക്ക് അറിയുന്നതുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലാവർക്കും. നല്ല ഈ മാസാവസാനം നല്ല എന്താ പറയാ പിന്നുകൾ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു. ജയാസ്യം ഉഷ മേഡം, ജയാസ്യം സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതിലൊന്നും പറയാനില്ല. അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഞങ്ങളുടെ മഹാഭാഗ്യം, ഞങ്ങളുടെ ടീച്ചറുടെ കൂടെ തോളോട് തോൾ ചേർന്ന് നമ്മുടെ കേരളത്തിന്റെ തന്നെ അഭിമാനമായ ഉഷാൻ ഫ്രാൻസിസ് മേഡത്തിന് 1000 അഭിനന്ദനങ്ങൾ. വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞാനൊരു 4 പേജ് എഴുതി. ഇന്ന് പൊൻവട്ടം പ്രോഗ്രാം കയറിയ ആളുകൾ ന്യൂട്രിചാർജ് വുമൺ എങ്ങനെ ഉപയോഗിക്കണം, ആർക്ക് കൊടുക്കണം, നമ്മളുടെ